എല്ലാ സമുദായങ്ങളുമായും എല്ലാ സമുദായ നേതാക്കന്മാരുമായിട്ടും എനിക്ക് നല്ല ബന്ധമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച ഇപ്പോൾ പ്രിമച്വറാണ്. ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ സംവിധാനങ്ങളുണ്ട്, പാർട്ടി ഹൈക്കമാൻഡും മറ്റു കാര്യങ്ങളും ഉണ്ട്. അവരാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത്. രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനായിരുന്നു നമ്മളെ സമ്മേളനത്തിൽ. ഇപ്രാവശ്യം ഞങ്ങള് രമേശ് ചെന്നിത്തല വിളിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ വേറെ നിങ്ങളെ കാണുന്ന ഒരു പൊളിറ്റിക്സും ഇല്ല. എല്ലാത്തിനും പൊളിറ്റിക്സും ഇല്ലെന്നർത്ഥം. മൊത്തത്തില് ഞങ്ങളെ എല്ലാവർക്കും വേണ്ടി ഒരു കാലാണ് വരാൻ പോണേ. ഇപ്പോ ഞാനിവിടെ റാന്നി വരെ വന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി. ഒരു ദേവാലയത്തിന്റെ മാർത്തോമ സഭയുടെ കീഴിലുള്ള ഒരു ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന സമ്മേളനമാണ്. ഞാനത് വലിയ പ്രിവിലേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഇപ്പം നാളെ കോട്ടയം ഭദ്രാസനത്തിന്റെ ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസന ദിനമാണ്. മുഖ്യാതിഥിയായിട്ട് പുതുപ്പള്ളി പള്ളിയിലേക്ക് എന്നെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ NSSന്റെ പരിപാടിക്ക് ക്ഷണിച്ചു. നമസ്കാരം. 11 വർഷത്തെ ഇടവേള അവസാനിപ്പിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല NSS ആസ്ഥാനത്ത് എത്തിയത്. ചെന്നിത്തല NSSന്റെ പുത്രൻ എന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് സുകുമാരൻ നായർ നൽകുകയും ചെയ്തു. നേരത്തെ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ് എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം ഏറെ ചർച്ചയായിരുന്നു. ഇന്നിതാ പട്ടിക്കാട് ജാമിയ നൂരിയുടെ വാർഷിക സമ്മേളനത്തിന് എത്തിയത് ചെന്നിത്തല തന്നെയാണ്. MK മുനീർ അധ്യക്ഷനായ ഗരീബ് നവാസ് എന്ന സെഷനിൽ ആണ് ചെന്നിത്തല പങ്കെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം മുന്നിൽ കണ്ട് സംസ്ഥാന കോൺഗ്രസിൽ വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തല ചേരികളുടെ വടംവലി മുറുകുകയാണോ? രമേശ് ചെന്നിത്തല കോൺഗ്രസിൽ വീണ്ടും ശക്തിയായി മാറുന്നതിൻ്റെ സൂചനകളാണോ ഇപ്പോൾ കാണുന്നത്? വിവിധ സമുദായ സംഘടനകളുടെ പിന്തുണ ചെന്നിത്തലയ്ക്ക് ഉണ്ടോ? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പലരും ഒളിഞ്ഞും തെളിഞ്ഞും ചെന്നിത്തലയുടെ പേര് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിൽ വീണ്ടും തലപ്പോരോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ റെജി ലൂക്കോസ് CPIM സഹയാത്രികൻ, ശ്രീ N. ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ കോൺഗ്രസ് നിരീക്ഷകൻ, KPO റഹ്മത്തുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ എപ്പോഴും കോൺഗ്രസ് മത സാമുദായിക സംഘടനകളുമായി ചേർന്ന് നിന്നിരുന്നു. അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോയിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് ആ സമുദായ വോട്ടുകളിൽ കൃത്യമായ ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ഉണ്ടാകുവാനായ സാഹചര്യം. ഇപ്പോഴിതാ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. ഏറെ കഴിയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരു പക്ഷേ എനിക്കും താങ്കൾക്കുമൊക്കെ ദിവസങ്ങളുണ്ടല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷേ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട സമയമായി കഴിഞ്ഞു. ആ അണിയറ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആണോ നേതാക്കൾ ഈ സാമുദായിക യോഗങ്ങളിൽ പരിപാടികളിൽ മത്സരിച്ച് പങ്കെടുക്കുന്നത്? അഭിലാഷിന്റെ ഇൻട്രോയിൽ ഒരു തിരുത്തുണ്ട് എനിക്ക്. അതായത് സമുദായ സംഘടനകളെ കണ്ടാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഭരണം കിട്ടും എന്നുള്ള ഒരു ആ സമുദായങ്ങളെ കുറച്ച് ഞാൻ പറയുന്നല്ല, ആ ഒരു ഇതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ എല്ലാ സമുദായത്തിൽപ്പെട്ടവരാണ്. കേരളത്തിലെ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കും സുരക്ഷിതയ്ക്കും വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണ തുടർച്ച നൽകുകയും ചെയ്തത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആക്ച്വലി ഇവിടെ ഇപ്പോ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും തമ്മിലുള്ള ചക്രത്തി പോരാട്ടവും ഗുസ്തി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാതെ ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ മത്സരത്തിൽ ഏകപക്ഷീയമായിട്ട് എതിരാളികളെ മലർത്തിയടിച്ച് ഫൈനലിലെത്തിയ ഗുസ്തി മത്സരത്തിലെ വിഘ്നേഷ് ഫോഗട്ടിന് സ്വർണ്ണ മെഡൽ നഷ്ടപ്പെടുക എന്ന് മാത്രമല്ല ആ മത്സരത്തിൽ നിന്ന് പുറത്താകേണ്ട ഗതികേട് വന്നു. തന്നെയുമല്ല സിൽവറും ബ്രോൺസ് പോലും കിട്ടിയില്ല. വളരെ നിരാശയായിട്ട് അവർക്ക് നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചാരശക്തികൾ, അതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച ആരാണെന്നൊക്കെ വാർത്തകളിൽ നടന്നിരുന്നു. അതെന്തോട്ടെ, ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഇപ്പൊ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എതിരാളികളെ എല്ലാം മലർത്തി അടിച്ച് തനിക്ക് ഒരു എതിരാളികളില്ലാത്ത അവസ്ഥയിൽ തന്റെ മുതിർന്ന നേതാക്കളെയും കോൺഗ്രസിന് വെള്ളവും വിത്തും നൽകി പാകി അതിനെ തളിർപ്പിക്കാൻ ശ്രമിച്ച നേതാക്കളെല്ലാം മൂലക്കിരുത്തി ഏതാനും ചില ആളുകളുടെ
ഒരു 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 സംഘടനയെ അതിനെ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ രമേശ് ചെന്നിത്തല ഇപ്പൊ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ അദ്ദേഹം താൻ പുറകെ ഉണ്ടെന്നും താൻ കുതിച്ചു മുന്നോട്ട് പോകുമെന്നും ഒരൊറ്റ നിമിഷം കൊണ്ട് ചാടി മുന്നിൽ കയറി ഈ പറയുന്ന സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങി എന്നുള്ള വാക്ക് ഉപയോഗിച്ച് സാക്ഷാൽ വി.ഡി. സതീശനാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഏറ്റവും നിർഭാഗ്യവശം എന്ന് പറയുന്നത് വി.ഡി. സതീശനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് NSSന്റെ ശാസനം ഏറ്റുവാങ്ങേണ്ട വന്നു. അവിടെ 11 വർഷങ്ങൾക്ക് ശേഷം രമേശ് ചെന്നിത്തല അവർ കൊണ്ടുവന്ന ആ 100 ശതാബ്ദി ആഘോഷങ്ങളുടെ അതിന്റെ വർഷത്തിൽ അദ്ദേഹത്തിനെ ഉദ്ഘാടകനാക്കി SNDP ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ ഈ വി.ഡി. സതീശനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ച് യോഗ്യൻ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം UDF അധികാരത്തിൽ വരികയില്ല എന്നും കൂടെ തറപ്പിച്ചു പറഞ്ഞു. കൂടാണ്ട് മുസ്ലിം ലീഗിന്റെ വി.ഡി. സതീശനെ തള്ളിക്കളഞ്ഞ് രമേശ് ചെന്നിത്തലയായിട്ട് കൈകോർക്കുന്ന രംഗമാണ് ഇവിടെ വി.ഡി. സതീശന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന ഗതികേട് എന്ന് പറയുന്നത്. അതിനാണ് ഞാൻ വിഘ്നേഷ് ഫോഗട്ടിനെ അതിനകത്ത് ഉപയോഗിച്ചത്. ഇവിടെ എന്താ നടക്കുന്നത്? ഈ സമുദായ നേതാക്കളുടെ ചുറ്റും കൂടി നിന്നുകൊണ്ട് സമുദായ നേതാക്കളോടൊപ്പം നിന്ന് കേരളത്തിന്റെ ഭരണം പിടിക്കുക എന്നുള്ളൊരു വ്യാമോഹമാണ്. കേരളത്തിലെ സമുദായ നേതാക്കന്മാരും കേരളത്തിലെ സമുദായത്തിലെ ജനങ്ങളും എല്ലാം വിവേകമുള്ളവരാണ്. അവർ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് ഒരു സുരക്ഷിത കേരളത്തിന്, മതേതര കേരളത്തിന്, മതസൗഹാർദ്ദം നിലനിൽക്കാൻ, അതുപോലെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ മുന്നണിയെ 3ാമത് അധികാരത്തിലേക്കും ഏറ്റും എന്ന ഒരു പ്രതീക്ഷ വലിയ രീതിയിൽ തന്നെ ഇവരുടെ മനസ്സിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ചെറിയ എന്തെങ്കിലും ഒരു പ്രതീക്ഷ തങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷയുടെ എന്തായാലും ശ്രീ റെജി ലൂക്കോസ്, ഞാനൊന്ന് ഇടപെടുന്നത് ഇപ്പോൾ ഈ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുമൊക്കെയായി ചർച്ച ചെയ്യുന്ന, PK കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച ചെയ്യുന്ന രമേശ് ചെന്നിത്തലയെ അടക്കം കാണാം. താങ്കൾ ഈ പറഞ്ഞതുപോലെ സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങുന്ന എന്ന പരാമർശം താങ്കൾ നടത്തിയതുകൊണ്ട് താങ്കൾക്കറിയാമല്ലോ 11 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല NSSന്റെ ആസ്ഥാനത്തെത്തുന്നത്. എന്തായിരുന്നു ആ പിണക്കത്തിന് കാരണം? താക്കോൽ സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെ അവരോധിക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ട ഒരു പശ്ചാത്തലം, അവിടെ നിന്ന് ചെന്നിത്തലയുമായി തെറ്റിപ്പിരിയുന്ന സാഹചര്യം. ഇതിപ്പോൾ അവിടേക്ക് പോയി കാണുന്നു ഈ നേതാക്കളെന്ന് നമുക്ക് പൂർണ്ണമായും വിലയിരുത്താൻ സാധിക്കുമോ? ഈ ചടങ്ങുകളിലേക്ക് ഇവർ ക്ഷണിക്കപ്പെടുന്നതും അവിടേക്ക് പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ അദ്ദേഹം പറയുന്നു, റാന്നിയിലെ മാർത്തോമ സഭയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ താൻ പങ്കെടുക്കുന്നു, അതിനെ പ്രിവിലേജായി കാണുന്നു എന്നാണ്. അടുത്ത ദിവസം കോട്ടയത്ത് അടുത്ത പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, ഇതിനെയൊക്കെ പ്രിവിലേജായി കാണുന്നു എന്ന് പറയുമ്പോൾ അവിടേക്ക് പോയി സന്ദർശിക്കുക എന്നതിനപ്പുറത്ത് ഇത്തരം വേദികളിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് ക്ഷണം ലഭിക്കുന്നുവെങ്കിൽ അത് അവർക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത കൂടിയായി മാറുന്നില്ലേ ശ്രീ റെജി ലൂക്കോസ്? അല്ല, നമ്മൾ അതിനെ അങ്ങനെ കാണരുത്. സമുദായ സംഘടനകൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ ക്ഷണിക്കും. ഇപ്പം മാരാമൺ കൺവെൻഷൻ നമ്മൾ നോക്കൂ, അവിടെ എല്ലാ സമുദായ രാഷ്ട്രീയ നേതാക്കളും ക്ഷണിക്കാതെ കൊണ്ട് തന്നെ ചെന്ന് അതിൽ പങ്കെടുക്കുന്ന ഒരു പതിവ് കാഴ്ച നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന. പക്ഷേ ഇവിടെ ഞാൻ ഈ തിണ്ണനിറങ്ങുക എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഞങ്ങൾ പറയുന്നതല്ല, സാക്ഷാൽ വി.ഡി. സതീശൻ ഞാനൊരു സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാറില്ല, താല്പര്യമില്ലാതെ പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അവിടേക്ക് പോയി ചെയ്യുന്നതിനെയല്ലേ നമ്മൾ തിണ്ണനിറങ്ങുക എന്ന് പറയുന്നത്? അതിൽ അദ്ദേഹം അങ്ങനെ പറയുന്നു, ഇവിടേക്ക് വന്ന് ക്ഷണിച്ചാൽ പോകുന്നതിനെ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ? അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് പൂർത്തിക്കട്ടെ. അതായത് കേരളത്തിന്റെ പ്രതിപക്ഷ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സത്യം പറയുകയാണെങ്കിൽ ഈ സ്കൂൾ കുട്ടികൾ റിലേ മത്സരത്തിൽ മത്സരിക്കുന്നവരാ. അദ്ദേഹം എന്താ പറഞ്ഞത്? രമേശ് ചെന്നിത്തലയെ NSSും SNDPയും ലീഗിന്റെ അല്ലെ സമസ്തയുടെ വേദികളിലും അവർ ക്ഷണിച്ചു കൊണ്ടുപോയി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ 2 ചെറിയ സമുദായത്തിന്റെ വേദികളിൽ വിളിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് താൻ ബാലൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞൊരു അവസ്ഥയിലുള്ള പ്രതിപക്ഷ നേതാവ് എന്ന് കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, സ്കൂൾ കുട്ടികളുടെ റിലേ മത്സരം പോലെയാണ്. അദ്ദേഹത്തിന്റെ ഗതികേടുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ അഭിലാഷ, ഈ ചർച്ച കേൾക്കുന്നവർക്കെല്ലാം അറിയാമല്ലോ, സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങാൻ തന്നെ കിട്ടത്തില്ല എന്ന് വീമ്പിളക്കിയ ഈ പറയുന്ന വി.ഡി. സതീശൻ ഇന്ന് തന്നെയും ഒരു 2 സമുദായമല്ല ഓരോ വിഭാഗത്തിൽപ്പെട്ട 2 സെഗ്മെന്റിന്റെ സമ്മേളനത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഈ പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നു. അതല്ലേ നമ്മൾ കാണുന്നത്? എന്തൊരു കോമഡിയാ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലേ നമ്മളോട് ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം ആ വി.ഡി. സതീശൻ ആർജവം അഭിനയിച്ചുകൊണ്ട് തന്റെ കുറെ യുവതനയെ കൂട്ടിക്കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് എത്തിയ ഉടനെ തന്നെ അദ്ദേഹം പ്രസ്താവിച്ച ഒരു പ്രസ്താവനയുണ്ട്. അത് തിരിഞ്ഞുകൂത്തും എന്താണെന്നറിയോ? അന്നത്തെ ബഹുമാനപ്പെട്ട കേരള ആദരവോട് കാണുന്ന മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഈ കോൺഗ്രസിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ ഞാനും ഉണ്ട്, KPCC പ്രസിഡന്റ് ഉണ്ട്, വേറെ ആരും പറയേണ്ടത് ധിക്കാരം പറഞ്ഞ ഓടിളക്കി പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന വി.ഡി. സതീശന് ഇന്ന് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ ഇളിഫനായിട്ട് നിൽക്കേണ്ട സാഹചര്യം വരുന്നത്. അതായത് താൻ
എന്താണോ പറഞ്ഞത് അദ്ദേഹത്തെ തിരിഞ്ഞു മുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും അഭിലാഷ് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ കോൺഗ്രസ് മാനസികമായിട്ട് രണ്ടായി പിളർന്നിരിക്കുന്നു. കെ മുരളീധരൻ, ബി മുരളി, പിന്നെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം ചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ KPCC പ്രസിഡന്റിനോട് ഇന്ന് ബഹുമാനപ്പെട്ട പിന്നെ മെത്രാപ്പോലിത്ത, തിരുവനന്തപുരത്ത് മെത്രാപ്പോലിത്ത ബഹുമാനപ്പെട്ട ക്ലീമീസ് തിരുമേനിയും ഇന്ന് ആ വേദിയിൽ വെച്ച് കെ സുധാകരനോട് പറഞ്ഞു, നിങ്ങളെ തോപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാന്ന് പറഞ്ഞു, വേറെ ആരുമല്ല എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിനോട് എനിക്കൊരു തരത്തിലുണ്ട്, ഇദ്ദേഹത്തെ തോപ്പിക്കുന്നത്, ഈ കോൺഗ്രസിനെ തോപ്പിക്കുന്ന കേരളത്തിലെ ജനങ്ങളാണ്, കേരളത്തിലെ ജനസമൂഹമാണ്. കോൺഗ്രസ് ഇവിടെ പണ്ട് കെ മുരളീധരൻ ഒരു ഉദാഹരണം പറഞ്ഞു, കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ഷവർമ ഒഴിഞ്ഞ കമ്പി പോലെയാവുമെന്ന് പറഞ്ഞു. ഏതാണ്ട് ഇപ്പൊ അതിന്റെ അവസ്ഥ തന്നെയാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മത്സരിച്ച് പറയുവാണ്, ഞാൻ സമുദായങ്ങളുടെ നേതൃത്വത്തിന് മുമ്പിൽ പോകുന്നു, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം പോകുന്നു, ഞാനും ഒരു രണ്ട് സമുദായത്തിന്റെ, അതായത് ഓർത്തഡോക്സ് സഭയുടെയും അതുപോലെ തന്നെ മാർത്തോമ സഭയുടെയും പരിപാടിക്ക് എന്നെയും വിളിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഈ കുതിച്ച് കൊണ്ടിരുന്ന. ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താൻ ശ്രീകുമാർ സാറുണ്ട്. അതിനു മുമ്പ് ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ റെജി ലൂക്കോസ് സൂചിപ്പിച്ച ഒരു അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതായത് കോൺഗ്രസിന് ഒരു ക്ഷീണമുണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്, അത് അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകുന്നത്. അതിൽ നിന്ന് കരകയറാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ടോ? ഇവിടെ രണ്ട് ചേരികൾ എന്ന തരത്തിലുള്ള ഒരു പ്രതിഫലനം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതെന്തുമാകട്ടെ, പക്ഷേ ഇത് ആത്യന്തികമായി ഒന്നുകിൽ രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ VD സതീശൻ, അല്ലെങ്കിൽ കെ സുധാകരൻ, ഇവരൊക്കെ ഏതെങ്കിലുമൊക്കെ സാമുദായിക സംഘടനകളുമായി കൂടുതൽ ഇഴയടുപ്പം പുലർത്തുന്നുവെങ്കിൽ അത് ആത്യന്തികമായി കോൺഗ്രസിന് ഗുണകരമാകുമോ ദോഷമാകുമോ താങ്കളുടെ നിരീക്ഷണത്തിൽ? ഗുണദോഷങ്ങളെ വിലയിരുത്തുന്നതിന് മുൻപ് കോൺഗ്രസിന്റെ ഒരു ഡൈനമിക്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സംവിധാനമോ രീതിശാസ്ത്രം പരിശോധിക്കേണ്ടതുണ്ട്. സമുദായ സംഘടനകളെ എല്ലാം ചേർത്ത് നിർത്തി, അത് ഏത് സമുദായമാണെങ്കിലും, നായർ സമുദായമാണെങ്കിലും, ക്രൈസ്തവ സമുദായത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളാണെങ്കിലും, ഇസ്ലാമിക സമുദായങ്ങളാണെങ്കിലും, ഈഴവ സമുദായമാണെങ്കിലും എല്ലാം തന്നെ വിവിധ സമുദായ ആചാര്യന്മാരെ പോയി കാണുകയും റീസൺ ചെയ്യുകയും കഴിയുമെങ്കിൽ അവരുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ പങ്കെടുക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെയാണ് സംഘടനയ്ക്കുള്ളിൽ തലപ്പൊക്കത്തിലേക്ക് എത്തുന്നത്. ഇത് രണ്ട് മെസ്സേജാണ് കൊടുക്കുന്നത്. ഒന്ന്, ആ ഒരു സമുദായ സംഘടനയുടെ അംഗങ്ങളുടെയും അവരുടെ പിന്തുണക്കാരുടെയും എല്ലാം വോട്ട് സമാഹരിക്കുക പാർട്ടിക്ക് വേണ്ടി. അതോടൊപ്പം സ്വന്തം പാർട്ടിക്കുള്ളിൽ, അതായത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു തലപ്പൊക്കത്തിൽ മറ്റ് നേതാക്കളെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കാനുള്ള ഒരു വിസിബിലിറ്റി, ആ ഒരു ആർജവം, ഇതെല്ലാം കിട്ടുക എന്നതാണ് ഡൈനമിക്സ്. ഇവിടെ ഒരു പദപ്രയോഗം VD സതീശന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പദപ്രയോഗം സ്വല്പം അലോസരമുണ്ടാക്കി. അതാണ് ഒരു ടേണിംഗ് പോയിന്റ് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് സമുദായ മേലധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ സമുദായങ്ങളുടെ തിണ്ണ നിരങ്ങുന്ന ഒരു രീതിക്ക് എന്നെ കിട്ടില്ല. അപ്പോൾ ഈ തിണ്ണ നിരങ്ങുക എന്ന പദപ്രയോഗം ഒരു പക്ഷേ എത്രത്തോളം സഭ്യമാണ് എന്നത് ഡിബേറ്റബിൾ പോയിന്റാണ്. അതായത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ അതുവഴി പോകുമ്പോൾ കയറി ചങ്ങാത്തം സ്ഥാപിച്ച് ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കാണിച്ചു വെക്കുന്ന ഒരു രീതിയാണ് തിണ്ണ നിരങ്ങൽ എന്ന് പറയുന്നത്. എന്നാൽ കുറച്ചുകൂടി സമൃദ്ധമായി തിണ്ണ നിരങ്ങൽ എന്ന ഒരു വിതിൻ കോട്സ് നടക്കുന്നുണ്ട് പല പാർട്ടികളുടെയും. ഒരു പക്ഷേ ക്രിസ്തുമസ് നയതന്ത്ര BJPയുടെ ഭാഗത്ത് ക്രിസ്തുമസിൻ്റെയും ഈസ്റ്ററിൻ്റെയും ഒക്കെ നാളുകളിൽ ക്രൈസ്തവ നേതാക്കളെ പോയി സന്ദർശിക്കാൻ ഒരു അവസരം നോക്കുകയാണ്. വെറുതെ ഒരു ദിവസം പോവുകയല്ല, ഒരു വേദി കണ്ടെത്തുകയാണ്. അത് മാത്രമല്ല, ആ നേതാക്കൾക്ക് പലപ്പോഴും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം ലഭിക്കുന്നു പിന്നെ ചില ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക്. അപ്പോൾ അതൊക്കെ ഒരു നയതന്ത്രത്തിൻ്റെ ഭാഗമാണ്. കാരണം സമുദായങ്ങൾക്ക് ഭരണകൂടങ്ങളെയും അധികാരത്തിലിരിക്കുന്നവരെയും അധികാരത്തിലിരിക്കുന്നവർക്ക് സമുദായങ്ങളെയും എല്ലാം ആവശ്യമുണ്ട് എന്നതാണ്. പക്ഷേ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തിണ്ണ നിരങ്ങാൻ പോയി ഇപ്പോൾ സംഭവിച്ച കാര്യം, ഈ വിമർശനം വന്നിരിക്കുന്നത് VD സതീശൻ്റെ കാര്യത്തിലാണ്. VD സതീശൻ ക്ഷണം, ആ ഒരു നിലപാട് VD സതീശൻ പറഞ്ഞു. പക്ഷേ VD സതീശൻ അങ്ങോട്ട് പോയി കണ്ടതിനെക്കുറിച്ചല്ല ഇവിടെ വാർത്തകൾ വരുന്നത്. മറിച്ച് മാർത്തോമ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻ്റാണ് മാരാമൺ കൺവെൻഷൻ. ആ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഫെബ്രുവരി മാസം ആദ്യമാണ്. ആ കൺവെൻഷൻ വേദിയിൽ അത് ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന ഇടമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂടിവരവാണ് മാരാമൺ കൺവെൻഷൻ. അവിടെ വേദിയിലൊരിടം, അത് മാത്രമല്ല പ്രത്യേക ക്ഷണിതാവായി അദ്ദേഹത്തെ സംസാരിക്കാനായി വിളിക്കുകയാണ്. അത് മാത്രമല്ല, റാന്നിയിൽ ഇപ്പോൾ കണ്ട നമ്മുടെ ആശ്രമം, അതുപോലെ കോട്ടയം ജില്ലയിൽ 2 ഇടങ്ങളിൽ, ഇനി അതുമാത്രമല്ല മറ്റിടങ്ങളിലും
ഇപ്പൊ ക്രൈസ്തവ സഭയിലെ അവാന്തര വിഭാഗങ്ങൾ മത്സരിച്ച് VD സതീശനെ വിളിക്കുന്നതിന് പിന്നിൽ എനിക്കൊരു നിരീക്ഷണമുണ്ട്. അത് ഞാൻ വ്യക്തമായി ആ ഒരു ട്രെൻഡ് കാണുന്നു. VD സതീശൻ പറഞ്ഞു തുടങ്ങുന്നത് ഏത് സമുദായമാണോ ക്ഷണിച്ചത് ആ സമുദായത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഹ്രസ്വ വിവരണങ്ങളും അവരെ ഒന്ന് കയറ്റി പറയുകയും ഒക്കെ ചെയ്തതിന് ശേഷം ക്രൈസ്തവ അടിത്തറകളിലേക്ക് വരികയാണ്. കാരണം കേരളത്തിലെ ക്രൈസ്തവരുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചും ക്രൈസ്തവ വിശ്വാസ ഘടനകളെക്കുറിച്ചും ക്രൈസ്തവർ എന്താണ്, ഏത് വിഭാഗമാണെങ്കിലും ശരി, എന്താണ് തങ്ങളുടെ വിഭാഗത്തിന് ഉപരിയായി അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ചരിത്രം ഹിന്ദുവായ നായരായ VD സതീശിൽ നിന്ന് വരുമ്പോൾ അത് നന്നായി സ്വീകരിക്കപ്പെടുന്നു ആ വേദികളിൽ. അതേസമയം രമേശ് ചെന്നിത്തലയുടെ രീതിശാസ്ത്രം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ആ സമുദായത്തെക്കുറിച്ച് മാത്രം NSSനെ വാഴ്ത്തി പറയുന്നു. NSSന്റെ സമുദായാചാര്യൻ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ NSSന്റെ പുത്രനായി രമേശ് ചെന്നിത്തലയെ വിശേഷിപ്പിക്കുന്നു. ഇത് പരസ്പര സഹായ സഹകരണ പദ്ധതിയാണ്. പക്ഷേ ഇതിനൊരു അക്കാഡമിക് ടച്ചും ഇന്റലക്ച്വൽ ടച്ചും കൊടുക്കാൻ സതീശന് കഴിഞ്ഞു എന്ന് പറയുന്നത് തീരെ ചെറിയ കാര്യമല്ല. പക്ഷേ ഇത് ഒരു പക്ഷേ മറ്റ് സമുദായങ്ങളെ സ്വല്പം അലോസരപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല നായർ ഈഴവ വിഭാഗങ്ങളിലേക്കും മുസ്ലിം സമുദായത്തിന്റെ പല വിഭാഗങ്ങളിലേക്കും കടന്നു കയറാൻ ഈ അവസരം സമർത്ഥമായി ഉപയോഗിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാദം ഇവിടെ വരുന്നത്. അല്ല എങ്കിൽ തീർച്ചയായും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സാധ്യത പോലുമില്ല ശ്രീ അഭിലാഷ്. കാരണം രമേശ് ചെന്നിത്തല ഇപ്പൊ സർക്കിളിന് പുറത്തുനിന്ന് വെട്ടിക്കേറേണ്ട ഒരു അവസ്ഥയിലാണ്. ഒരു 11 വർഷം മുൻപ് ഈ പറയുന്ന ഒരു താക്കോൽ സ്ഥാനം വിവാദം ഉണ്ടായപ്പോൾ രമേശ് ചെന്നിത്തല അനുഭവിച്ചിരുന്ന ഒരു സ്ഥാനത്തല്ല ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റേച്ചർ സ്വന്തം പാർട്ടിക്കുള്ളിലും കേരള സമൂഹത്തിനുള്ളിലും ലേശം കുറഞ്ഞു എന്ന ബോധ്യമാണ്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ സീനിയർ നേതാക്കളുടെ പിന്തുണ ആർജിക്കണം. ജൂനിയർ നേതാക്കൾ വലിയ തോതിൽ സതീഷിനോടൊപ്പം ചേരുന്ന ഒരു റീഅലൈൻമെന്റ് കണ്ടു, ഗ്രൂപ്പ് വ്യത്യാസം അന്യേ. അങ്ങനെയെങ്കിൽ തിരിച്ചു പിടിക്കാനുള്ള ഒരു നല്ല അവസരമായി ഈ റൺ അപ്പ് ടു ദ ഇലക്ഷൻ, ഇനി 1.5 വർഷമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് ഉപയോഗിക്കുന്ന കാഴ്ചയാണ്. ശ്രീകുമാർ, ഇവിടെ രമേശ് ചെന്നിത്തല തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കേണ്ട ഒരു സമയമല്ല ഇത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ ഉണ്ട്, മാത്രവുമല്ല മുഖ്യമന്ത്രി പോലെ, അതായത് ഭരണം ലഭിച്ചാൽ പിന്നെ മുഖ്യമന്ത്രി ആരെ എന്നതൊക്കെ പാർട്ടിയും ഹൈക്കമാൻഡും ഒക്കെ തീരുമാനിക്കുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന ചരിത്രം കൃത്യമായി ബോധ്യമുള്ള ആളാണ് താങ്കൾ. ഇവിടെ ശ്രീ റെജി ലൂക്കോസും അതോടൊപ്പം തന്നെ മോഹൻ വർഗീസ് സാറും ഒക്കെ സൂചിപ്പിക്കുന്ന പോയിന്റുകൾ വളരെ പ്രസക്തമായി മാറുന്നില്ലേ? ഒരിടത്ത് സാമുദായിക നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ VD സതീശൻ കൃത്യമായ ചില സമുദായ സംഘടനകളുടെ പിന്തുണയ്ക്ക് വേണ്ടി ഇപ്പോൾ പിന്നാലെ നടക്കുന്നൊരു സാഹചര്യം, മറുചേരിയിൽ രമേശ് ചെന്നിത്തല തനിക്ക് നഷ്ടപ്പെട്ട പ്രതാപത്തെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം, അങ്ങനെ ഒരു പോര് പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നു എന്ന് നിരീക്ഷിച്ചാൽ അതിനെ തള്ളിക്കളയാൻ സാധിക്കുമോ? അഭിലാഷേ, കോൺഗ്രസിന്റെ നേതാക്കള് സമുദായ സംഘടനകളുമായിട്ട് വളരെ ബന്ധമുള്ള ആളുകളാണ്. അതെ, ആ ബന്ധം അവർ ഇടക്കാലത്ത് വെച്ച് ഒന്ന് തെറ്റിച്ചപ്പോൾ അവിടെ കയറി പറ്റാൻ ശ്രമിച്ചത് CPM-ഉം BJP-യുമാണ്. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് കോൺഗ്രസിന്റെ ഏത് നേതാക്കളെ ഏത് സമുദായ സംഘടന ക്ഷണിച്ചാലും അവിടെ പോയിട്ട് പ്രസംഗിക്കുക എന്നുള്ളത് കോൺഗ്രസ് അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുന്ന വിവാദവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള നെട്ടോട്ടം എന്നൊക്കെ പറയുമ്പോഴും ഇത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇതൊരു വിഷയമായിട്ട് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സതീശനാണെങ്കിലും രമേശ് ആണെങ്കിലും നമ്മുടെ KC വേണുഗോപാലാണെങ്കിലും ആരായാലും ഒരു മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിൽ കിട്ടണമെന്ന് മാത്രമേ കോൺഗ്രസുകാർക്ക് ആഗ്രഹമുള്ളൂ. പിന്നെ നമുക്കിത് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ കൗതുകങ്ങളാണ്. അതില് എന്തുകൊണ്ടാണ് CPM-ന്റെ നേതാക്കൾ ഈ രണ്ട് കോൺഗ്രസ് നേതാക്കളുടെ സതീശന്റെയും രമേശിന്റെയും സന്ദർശനത്തെ കുറിച്ച് വാചാലരാകാത്തത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. ശ്രീ റെജി ലൂക്കോസ് ഇവിടെ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു നിരീക്ഷകനായതുകൊണ്ടാണ്. CPM-ന്റെ ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും നേതാക്കൾ പാർട്ടി സെക്രട്ടറി അടക്കം സതീശൻ പോയത് മുഖ്യമന്ത്രി ആകാനാണ്, രമേശ് പോയത് മുഖ്യമന്ത്രി ആകാനാണെന്ന് പറയുന്നുണ്ടോ? അവർ ഈ വിഷയം തൊടുന്നില്ല. എന്താ കാരണം? കരികൊള്ളും. കാരണം കോൺഗ്രസ്സുകാര് അവരെങ്ങനെ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞു വെക്കുമോ? അല്ല, അദ്ദേഹം പറഞ്ഞത് ഇത് അവരെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ഒരു വിഹ്വലത അവർക്കിടയിലുണ്ട്, CPM-നിടയിൽ. അവരാണ് ഒരു ഭയവിഹ്വലത CPM-നിടയിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാല് എല്ലാ സമുദായ സംഘടനകളും ക്ഷണിക്കുന്നത് കോൺഗ്രസ് നേതാക്കളെ. അത് A or B, അതൊരു വിഷയമുള്ള കാര്യമില്ല. ഇപ്പൊ മരാമൺ കൺവെൻഷൻ ആണെങ്കിലും അതുപോലെ മാർത്തോമാ സഭയുടെ ചടങ്ങാണെങ്കിലും NSS ആണെങ്കിലും SNDP ആണെങ്കിലും ക്ഷണിക്കപ്പെടുന്ന ഒക്കെ കോൺഗ്രസ്സുകാരാണ്.
അത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഈ രണ്ട് നേതാക്കളെ കുറിച്ചുമുള്ള നമ്മുടെ പത്രപ്രവർത്തകരുടെ ഒരു ധാരണയുണ്ട്. അത് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. ആ ധാരണ വെച്ചുകൊണ്ട് നമുക്കത് അങ്ങനെ വ്യാഖ്യാനിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശ്രീകുമാർ, അതൊരു ധാരണ മാത്രമാണോ? നമ്മൾ ഈ 11 വർഷങ്ങൾക്ക് മുമ്പും കണ്ടത് തന്നെയല്ലേ? താക്കോൽ സ്ഥാനത്ത് അവരോധിക്കപ്പെടണം എന്ന് വേണ്ടി ഒരു നേതാവിന് വേണ്ടി NSS കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തലയെ പോലെ ഒരു നേതാവിന് പെരുന്നയിലേക്ക് NSSന്റെ ആസ്ഥാനത്തിലേക്ക് എത്താൻ പറ്റിയത്? അതായത് NSSന് താല്പര്യമുണ്ട്, ശരിയായിരിക്കാം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, കെ കരുണാകരനും AK ആന്റണിയും ഒക്കെ ഇവിടെ രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് പാർട്ടി നയിച്ചപ്പോഴ് NSSന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് കെ കരുണാകരനായിരുന്നു. സഭകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് കെ കരുണാകരനായിരുന്നു. മുസ്ലിം നേതൃത്വത്തിന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് AK ആന്റണി അവർക്ക് അഭിമതനായത്. ഇരുവരങ്ങാടിയെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചൊക്കെ ഓർമ്മയുണ്ടല്ലോ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തില്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ കോൺഗ്രസിലാണ് എന്തുകൊണ്ടാണ് കരുണാകരനെ NSS വിശ്വസിച്ചതും കാര്യമാക്കി എടുത്തതും. കാരണം കരുണാകരനെ സഭയോട് ആ വിഭാഗത്തോട് കൂടുതൽ അടുപ്പം കാണിച്ചു. ആന്റണി അങ്ങനെ അടുപ്പം കാണിച്ചില്ല. കരുണാകരൻ വിശ്വാസിയാണ്, ആന്റണി വിശ്വാസി അല്ലാത്തൊരു പ്രശ്നം അവിടെ ഉണ്ട്. AK ആന്റണി അല്ലേ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ഒരിക്കലും ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞല്ലോ, അതൊരു ഒരു പ്രശ്നം ശാസ്ത്ര കോളേജ് പ്രശ്നവുമായി ബന്ധപ്പെട്ടാ പറഞ്ഞെങ്കിലും അത് വലിയ തർക്കമായില്ലേ, ചർച്ചയായില്ലേ ആന്റണിയുടെ കാര്യം. പക്ഷെ എന്നിട്ട് കോൺഗ്രസിന് എന്തെങ്കിലും സംഭവിച്ചു? ആന്റണി മുഖ്യമന്ത്രിയായി, 2 തവണ മുഖ്യമന്ത്രിയായി ആന്റണി. കെ കരുണാകരനെ മാറ്റിയിട്ട് ആന്റണി മുഖ്യമന്ത്രിയായി. അതിനുശേഷം ആന്റണി സ്വയം രാജിവെച്ചതിന് ശേഷമാണല്ലോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത്. അപ്പൊ കോൺഗ്രസിൽ ഈ സഭകളുടെ പരിപാടിക്ക് പോയതുകൊണ്ടോ സഭകൾ താല്പര്യം കാണിച്ചുകൊണ്ടോ ആ ആള് മുഖ്യമന്ത്രി ആണെന്ന് യാതൊരു ചരിത്രവുമില്ല. ഇപ്പൊ ഈ രമേശും സതീശനും മാത്രമാണോ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവരെ? നമ്മളിവിടെ കോൺഗ്രസിന്റെ ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. KPCC പ്രസിഡന്റുമാരായിട്ട് കേരളത്തിൽ വന്നവര് CK ഗോവിന്ദൻ നായരും KK വിശ്വനാഥനും AK ആന്റണിയും ഒക്കെയാണ്. പക്ഷെ അതിനുശേഷം അപ്രതീക്ഷിതമായിട്ടല്ലേ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് AL ജേക്കബേട്ടൻ വന്നത്, KM ചാണ്ടി സാർ വന്നത്, KG അടിയോടി വന്നത്, CV പത്മരാജൻ വന്നത്. ഇവരൊന്നും KPCC പ്രസിഡന്റ് ആകുമെന്ന് ആരും ധരിച്ചിട്ടില്ല. കാരണം പഴയ കാലത്ത് KSU യൂത്ത് കോൺഗ്രസ് KPCC പ്രസിഡന്റ് അങ്ങനെയായിരുന്നു. പിന്നെ ഗ്രൂപ്പ് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക പശ്ചാത്തലവുമാണോ ഇപ്പോൾ കേരളത്തിലുള്ളത്? അല്ല, ഞാൻ പറഞ്ഞു വരുന്ന തീർക്കാൻ ഞാൻ പറഞ്ഞത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഈ മുഖ്യമന്ത്രിയാകാനായിട്ട് ഈ രണ്ട് നേതാക്കളല്ലാത്ത വേറെ ഒരുപാട് നേതാക്കൾ ചിലപ്പോ പെട്ടെന്ന് വന്നിരിക്കും. CV പത്മനാഭൻ ആക്ടിംഗ് മുഖ്യമന്ത്രിയായി, അറിയാവോ? ധനകാര്യമന്ത്രിയായി. അദ്ദേഹം വെറും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു. അവിടെ നിന്ന് KPCC പ്രസിഡന്റായി, ധനകാര്യമന്ത്രിയായി, ആക്ടിംഗ് മുഖ്യമന്ത്രിയായി CV പത്മനാഭൻ. ഞാൻ പറഞ്ഞത് കോൺഗ്രസിൽ നിന്നും ആരെ ഒരു സ്ഥാനത്തേക്ക് വരണം എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്നും നിരീക്ഷിക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ കുറിച്ച് ശ്രീകുമാർ, ഞാനൊന്ന് ഇടപെടുന്നത്, താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അപ്പോൾ പോലും ഈ ആര് വരുന്നു എന്നതാ, വരാൻ താല്പര്യപ്പെടുന്നവർ അവരുടെ ഒരു ശക്തിപ്രകടനം കാഴ്ചവെക്കേണ്ടതില്ലേ? തൻ്റെ സ്വാധീനം എന്ത്, എവിടെയൊക്കെയാണ് തനിക്ക് സ്വാധീനമുള്ളത്, അതുകൂടി വിലയിരുത്തിക്കൊണ്ടല്ലേ പലപ്പോഴും കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാറുള്ളത്? ഒരിക്കലുമല്ല. കാരണം നേതാക്കളുടെ സ്വാധീനം പ്രവർത്തകരാ തീരുമാനിക്കുക. ഒരാൾ ഇറങ്ങി വന്നാൽ, ട്രെയിൻ ഇറങ്ങി വന്നാൽ മുദ്രാവാക്യം വിളിക്കാൻ 10 പേര് വേണം. അത് പ്രവർത്തകർ തീരുമാനിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ നേതാക്കളൊക്കെ സതീശായാലും രമേശായാലും ഒക്കെ അവർക്ക് അണികളുള്ളവരാണ്. രമേശ് നേരത്തെ തന്നെ അണികളെ ഉണ്ടാക്കിയെടുത്തു. KSU യൂത്ത് കോൺഗ്രസ് KPCC AICC വഴി. സതീശൻ അങ്ങനെ വന്ന ആളല്ല. അതൊക്കെ നമ്മൾ കാണണം. സതീശൻ യുവജന പ്രസ്ഥാനത്തിൽ നിന്ന്, KSU പ്രസ്ഥാനത്തിൽ നിന്ന് നേരെ MLA ആയി. പക്ഷെ അദ്ദേഹം 5 തവണ 6 തവണ ആ പറവൂർ മണ്ഡലം CPI-കാരുടെ മണ്ഡലമായിരുന്നു, ആലോചിക്കണം. അത് അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. അത് മാത്രമല്ല, VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുത്ത സ്വാധീനമുണ്ട്. അപ്പൊ ഇതൊക്കെ ഏത് നേതാവായാലും കോൺഗ്രസിലെ അവരുടെ സ്വാധീനം പ്രവർത്തകരുടെ ഇടയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ രമേശ് ഇപ്പോ മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ പോയാലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭാ നേതാവ് കോൺഗ്രസുകാരുടെ പ്രശ്നം കോൺഗ്രസുകാരാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാലും, ആ സഭ ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ ആരെയാണ് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതെന്ന് കൂടി ചർച്ച ചെയ്യേണ്ടി വരും. ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തില് എല്ലാ സമുദായ നേതാക്കളും അവരവരുടേതായ രീതിയിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരാൾ പറഞ്ഞു എന്നെ കാണാനേ വരണ്ട പറഞ്ഞു, കാണാൻ പോയില്ല, ഒന്നും സംഭവിച്ചില്ല, വോട്ട് കൂടിയെന്നേ ഉള്ളൂ. അത് മാത്രമല്ല,
പരമ്പരാഗത ചിഹ്നത്തിൽ നിന്ന് മാറി വോട്ട് ചെയ്യാം എന്ന് ഒരു സഭാ നേതാവ് പ്രസംഗിച്ചപ്പോൾ BJP നേതാവ് പിറ്റേന്ന് ഓടിയെത്തി BJP സ്ഥാനാർത്ഥി മുനമ്പത്ത്. ഒന്നും സംഭവിച്ചില്ല. BJPയുടെ വോട്ട് കുറഞ്ഞു എന്നല്ലാതെ കൂടിയിട്ടില്ല. കോൺഗ്രസിന്റെ വോട്ട് 3000 നിന്ന് 18,000 ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ജനങ്ങൾക്കിടയിലും അനുഭാവികൾക്കിടയിലും ഉള്ള ചിന്ത സഭാ നേതാക്കൾ ചിന്തിക്കുന്നവരല്ല. സഭാ നേതാക്കൾ പറഞ്ഞത് കേൾക്കുന്നവരുണ്ട്, പക്ഷെ എല്ലാവരും കേട്ടോളണമെന്നില്ല. മാത്രമല്ല, അതാ കാരണം എന്താ വെച്ചാല് ഇന്നത്തെ രാഷ്ട്രീയ തലമുറയിലെ യുവ നേതാക്കളും വോട്ട് ചെയ്യുന്ന 18-കാരനും സഭയെക്കാളോ സമുദായത്തെക്കാളോ കൂടുതൽ ചിന്തിക്കുന്നത് നേതാക്കളെ കുറിച്ച് രാഷ്ട്രീയ തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ ശ്രീ റഹ്മത്തുള്ളയിലേക്ക് കൂടി പോവുകയാണ്. അദ്ദേഹം മലബാറിന്റെ രാഷ്ട്രീയം കുറച്ചുകൂടി അറിയാം. ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞു വെച്ചതുപോലെ ഒരു പക്ഷേ ഹൈന്ദവ ക്രൈസ്തവ സാമുദായിക നേതാക്കൾ പറയുന്നത് പോലെ അല്ലല്ലോ ശ്രീ റഹ്മത്തുള്ള ഇസ്ലാമിക സമുദായ നേതാക്കൾ പറയുന്നത്. അവിടെ കുറച്ചുകൂടിയൊക്കെ കൃത്യമായി ചിട്ടയായി വോട്ടുകൾ രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഒരു മതസംവിധാനം അവർക്കുണ്ടല്ലോ. ഇവിടെ ഇതാ നമ്മൾ ഈ പഴയ കാലത്തിലേക്ക് ഇപ്പോൾ VD സതീശൻ ചെന്നിത്തലയെ മറികടന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവാകുന്ന ഒരു സാഹചര്യം. പലപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം വിളിക്കാറുണ്ട് എന്നത് മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായി അറിയാം. ഈ കഴിഞ്ഞ ദിവസം NSSന്റെ ആസ്ഥാനത്തേക്ക് ചെന്നിത്തല പോകുമ്പോഴാണ് ഇപ്പുറത്ത് വലിയ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിളിച്ചു ചേർത്തത്. അതൊക്കെ മാധ്യമപ്രവർത്തകർക്കൊരു ഓർമ്മപ്പെടുത്തലും ഓർത്തെടുക്കലുമാണ്. നമുക്കതെല്ലാം മാറ്റിവെക്കാം. അപ്പോഴും ഒരു കാര്യമുണ്ടല്ലോ ശ്രീ റഹ്മത്തുള്ള, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നിത്തല നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ പങ്കെടുത്ത യോഗങ്ങൾ, NSS, SNDP, അതിനുശേഷം ഇതാ മലബാറിലേക്ക് എത്തുന്നു. ഇപ്പോൾ പോലും ഞങ്ങൾ നൽകിയ ദൃശ്യങ്ങളിൽ അദ്ദേഹം ഏത് വേദിയിൽ ആരോടൊപ്പം എന്നതാണ്. അതിനൊരു പ്രസക്തിയുമില്ല എന്ന് നിരീക്ഷിക്കാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കില്ല. കാരണം ചെന്നിത്തല ഇപ്പോൾ താൻ കൂടി കോൺഗ്രസിൽ ഏത് സ്ഥാനത്തേക്കും മത്സരിക്കാനുണ്ട് എന്ന രീതിയിലാണ് നിലകൊള്ളുന്നത്. മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ സ്വീകാര്യത നേടിക്കൊണ്ട് കോൺഗ്രസിൽ തനിക്കിപ്പോഴും വലിയ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൽ തനിക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രമേശ് ചെന്നിത്തല എന്ന് നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല, മുസ്ലിം ലീഗിന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ നൽകിയിരുന്ന ഒരു പ്രാധാന്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകുന്നില്ല എന്ന പരാതി ആ പാർട്ടിക്ക് നേരത്തെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് ചെന്നിത്തലയിലൂടെ തങ്ങളുടെ അപ്രമാദിത്വം ഒന്നുകൂടി തെളിയിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ മേൽക്കൈയിൽ നടന്നു വരുന്ന പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിലേക്ക് ചെന്നിത്തലയെ ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചെന്നിത്തല ആ സമ്മേളനത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി കോൺഗ്രസിന്റെ സ്വീകാര്യത നേടിക്കൊണ്ട് താൻ കൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉണ്ടാകും, അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രധാന സ്ഥാനങ്ങൾ പങ്കുവെക്കുമ്പോൾ തന്നെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള കഠിന ശ്രമത്തിലാണ് കഴിഞ്ഞ ഒരു മാസമായി രമേശ് ചെന്നിത്തല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം G. സുകുമാരൻ നായരെ പോയി കണ്ടു, വെള്ളാപ്പള്ളി നടേശനെ കണ്ടു. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ വേദിയിലെത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അടുത്ത ദിവസം തന്നെ അദ്ദേഹം കാന്തപുരത്തെ ചെന്ന് കാണുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. മുസ്ലിം സമൂഹത്തിലെ മുസ്ലിം സാമുദായിക സംഘടനകളുമായി VD സതീശനേക്കാൾ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് രമേശ് ചെന്നിത്തല എന്ന് നമുക്കറിയാം. അതുവഴി മലബാറിലും തനിക്ക് സ്വാധീനമുണ്ട്, മുസ്ലിം സംഘടനകളിലും സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കാനുള്ള അടവുകളാണിപ്പോൾ ചെന്നിത്തല പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. സാമുദായിക സംഘടനകളുമായി തനിക്ക് NSSും SNDPയുമായി മാത്രമല്ല മുസ്ലിം സാമുദായിക സംഘടനകളുമായും ഏറ്റവും ഹൃദയഭേദകമായ ബന്ധമുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ ചെന്നിത്തല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ശ്രീ റഹ്മത്തുള്ള അങ്ങനെ ഒരു ശ്രമം നടക്കുമ്പോൾ മറുഭാഗത്ത് ഈ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവായതിനു ശേഷം VD സതീശൻ അടുപ്പം പുലർത്തിയിരുന്നത് ക്രൈസ്തവ സംഘടനകളോട് ആയിരുന്നു എന്നത് നമുക്ക് അറിയാം. അതുകൊണ്ടാണ് നേരത്തെ മാരാമൺ പോലെയുള്ള ചില പരാമർശങ്ങളൊക്കെ നമ്മുടെ ചർച്ചയിലടക്കം ഉയർന്നു വരികയും ചെയ്തത്. ഇപ്പോഴും ആ ഒരു പിന്തുണയിൽ VD സതീശന് വലിയ മാറ്റമുണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. മറുഭാഗത്ത് ലീഗ് ആകട്ടെ കുറച്ചുകൂടി സമ്മർദ്ദ ശക്തിയുള്ള ഒരു പാർട്ടിയാണ്. ഒരു പക്ഷേ ഇടതുപക്ഷത്തേക്ക് ലീഗിനെ
എത്തിക്കാനുള്ള നീക്കങ്ങളോ അല്ലെങ്കിൽ ലീഗിനെ സുഖിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളോ ഒക്കെ ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ലീഗ് UDF-നോടൊപ്പം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ തുടരേണ്ടത് അനിവാര്യതയാണ് എന്ന് ദേശീയ നേതൃത്വത്തെ കൃത്യമായി അറിയിക്കാൻ, അവിടെ താൻ ആണ് ആ ഇഴയടുപ്പത്തിൻ്റെ ബ്രിഡ്ജായി പ്രവർത്തിക്കാൻ പോകുന്നത്, പാലമായി പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന തരത്തിലൊക്കെയുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനെങ്കിലും ചെന്നിത്തലയ്ക്ക് സാധിച്ചാൽ അത് മറ്റുള്ളവരെ കടത്തിവെട്ടുന്ന ഒരു നീക്കമായി മാറുകയും ചെയ്യില്ലേ ശ്രീ റഹ്മത്തുള്ള? മുസ്ലിം സമുദായത്തിന് കൂടുതൽ സ്വീകാര്യൻ താനാണ് എന്ന് വരുത്തി തീർത്ത് മുസ്ലിം സമുദായം UDF-ന്റെ കൂടെ നിൽക്കണമെങ്കിൽ താൻ കൂടി നേതൃപദവിയിൽ ഉണ്ടാകണം എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനാണ് ചെന്നിത്തല ചില നീക്കങ്ങൾ നടത്തുന്നത്. എല്ലാ മുസ്ലിം സംഘടനകളുമായും വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ചെന്നിത്തല എന്ന് മനസ്സിലാക്കണം. ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്ന ജാമിയ നൂരിയയുടെ പരിപാടികളും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ EK വിഭാഗം സമസ്തയുടെ നേതാക്കന്മാർ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുമായുള്ള കൂടിക്കാഴ്ച ചെന്നിത്തല ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുണ്ടെങ്കിലും പലപ്പോഴും UDF-നെ സഹായിച്ചിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അദ്ദേഹം കാണുന്നുണ്ട്. അതുപോലെ തന്നെ മുജാഹിദ് പക്ഷത്തുള്ള നേതാക്കളുമായും ചെന്നിത്തലയ്ക്ക് വളരെ അടുപ്പമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന്റെ സഹായത്തോടുകൂടി മുസ്ലിം സാമുദായിക സംഘടനകളെയെല്ലാം തന്റെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ചെന്നിത്തല ആരംഭിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്യും എന്നതിൽ ഒരു സംശയവുമില്ല എന്നതാണ് സത്യം. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ ചർച്ചയുടെ തുടക്കത്തിൽ എന്നെ ഒന്ന് തിരുത്തിയിരുന്നു. ഞാൻ ഇൻട്രോയിൽ അങ്ങനെയല്ല പറഞ്ഞത്. ഇത്തരം ശ്രമങ്ങൾ, അതായത് സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്തി വിജയിക്കാനുള്ളൊരു ശ്രമമാണോ? അവർ വിചാരിച്ചാലാണ് വിജയിക്കുക എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ CPM-ൽ നിന്നും അത്തരം നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ശ്രീ മുജീബ് റഹ്മാൻ വ്യക്തമാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. 2011 ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു ചർച്ച. അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ലൈബ്രറിയിൽ ഞങ്ങൾക്ക് വിഷ്വലുണ്ട്. അത് തിരുത്താൻ ഇപ്പോഴും CPM-ഓ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒന്നും തയ്യാറായിട്ടില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായ കമൻറ്റുകളുണ്ട്. എന്തിനേറെ പിന്നിലേക്ക് പോകണം? ഉമാ തോമസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ. ആരായിരുന്നു ഉമാ തോമസിന്റെ എതിരാളി എന്ന തരത്തിൽ അവിടെ ചുവരെഴുത്ത് നടന്നത്? അരുൺകുമാറിന്റെ പേര്. അത് വൈറ്റ് വാഷ് ചെയ്ത് എപ്പോഴാണ് ജോ ജോസഫ് സ്ഥാനാർത്ഥിയായത്? അതുകൊണ്ട് നമ്മളിങ്ങനെ ഉപരിപ്ലവമായി പുറത്തൊക്കെ പറഞ്ഞു പോകാമെങ്കിലും മത സാമുദായിക സംഘടനകളും അവരുടെ വോട്ടുകളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇപ്പോഴും എന്നതിൽ തർക്കമില്ല. അവിടെയാണ് എൻ്റെ സംശയം. ഇതിപ്പോൾ ചെന്നിത്തല മുസ്ലിം ലീഗുമായി ചേർന്ന് നിൽക്കുന്നു, NSS-ന് സ്വീകാര്യനായി മാറുന്നു, SNDP-ക്ക് എതിർപ്പുകളില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. മറുഭാഗത്ത് VD സതീശൻ ക്രൈസ്തവ സഭകളുമായി നല്ല അടുപ്പം പുലർത്തുന്നു. ഇവർ പറയുന്നിടത്തേ വോട്ട് വീഴൂ എന്നൊന്നും ഞാനും അഭിപ്രായപ്പെടുന്നില്ല. പക്ഷെ കുറച്ചോട്ടുകൾ അവർ പറയുന്നിടത്തും വീഴും. ആ വോട്ട് അധികാരം നിലനിർത്തുന്നതിൽ നിർണായകവുമാണ്. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി വോട്ടുകൾ ഇത് ഒരു പോരിൻ്റെ ഭാഗമാണ് എങ്കിൽ പോലും ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകാൻ സാധ്യതയില്ലേ ശ്രീ റെജി ലൂക്കോസ്? അതിന്റെ മറുപടി ഞാൻ ശരിക്കും പറഞ്ഞ ഈ ചർച്ച പങ്കെടുത്ത ആദ്യത്തെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്നല്ലോ ഒന്ന് മനസ്സിലാക്കുക. അതായത് കേരളം എന്ന് പറയുന്നത് വളരെ വിവേകശാലികളായ രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയാണ്. ആ ജനതയുടെ ഭാഗമാണ് തീർച്ചയായിട്ടും സമുദായ നേതാക്കളും മത നേതാക്കളും മതപുരോഹിതരും. അവരെയൊക്കെ വളരെ ആദരവോടുകൂടിയാണ് ഈ സമൂഹം കാണുന്നത്. അവരെ ഏറ്റവും മ്ലേച്ഛമായിട്ട് ഏറ്റവും ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് ഇപ്പൊ കറണ്ട് സിറ്റുവേഷനിൽ ഈ VD സതീശനാ. ഞാൻ തിണ്ണ നരകത്തില്ലെന്നാ പറഞ്ഞത്. അതിന് അവരൊക്കെ വളരെ അൺടച്ചബിൾ ആണോ? അതിന്റെ തിക്താനുഭവം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, പരാമർശമൊക്കെ എല്ലാവരും നടത്താറില്ലേ, നടത്തിയിട്ടില്ലേ ശ്രീ റെജി ലൂക്കോസ്? ഇല്ല, നിങ്ങൾക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? അതായത് ഒരു തെളിവ് പറയാൻ പറ്റുമോ? ഇന്നലകളിലൊക്കെ രാഷ്ട്രീയപരമായ രീതിയിൽ ജനാധിപത്യവും മതേതര നികൃഷ്ടജീവി എന്ന് വിശേഷിപ്പിച്ചതോ? നികൃഷ്ടജീവി എന്ന് വിളിച്ചിട്ടില്ലേ സാമുദായിക നേതാവിനെ, പുരോഹിതനെ? അല്ല, അത് ആരും നിഷേധിക്കുന്നില്ലല്ലോ. എന്താ സംശയക്കാര്യത്തിന്? ആ കാലഘട്ടം അതുകൊണ്ട് പിന്നീട് ഈ സഭയുമായും ബന്ധപ്പെട്ടൊന്നും പിന്നെ പിണറായി വിജയൻ ഒരു സൗഹൃദത്തിനും പോയിട്ടില്ല, അങ്ങനെയാണോ താങ്കൾ പറയുന്നത്? അഭിലാഷേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം ആരുമായിട്ടും എതിർപ്പോ അല്ല ആരുമായിട്ടും അകൽച്ചയൊന്നുമില്ല. തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ആർജവമുള്ള ഈ കേരളത്തിലെ ഏക മുന്നണി എന്ന് പറയുന്നത് LDF ആണ്, പ്രത്യേകിച്ച് CPM.
ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ആർജവത്തോട് ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞില്ലേ AP അബൂബക്കർ മുസ്ലിയാര് ഒരു മുടിദാരുമായിട്ട് ഇതിറങ്ങിയപ്പോൾ സമൂഹമായിട്ട് ഇപ്പൊ എത്ര അടുപ്പത്തിലാ? വസ്തുതകളെ ശാസ്ത്രീയപരമായിട്ട് വിശകലനം ചെയ്ത് ആധുനികപരമായിട്ടുള്ള രാഷ്ട്രീയ എന്താ അപ്ഡേഷനോട് കൂടി നിൽക്കുന്നതിന് ആള് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഇത് ചെന്നിത്തലയ്ക്കും വി.ഡി. സതീശനും ബാധകമല്ലേ? അവർ നടത്തിയ പരാമർശം തെറ്റായി പോയി, ആ സമുദായം അകന്നു പോയെങ്കിൽ അതിനെ അടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് പിന്നെ അഭിലാഷിനോടും ശ്രീകുമാർ സാറിനോടും ഒറ്റ ചോദ്യമുള്ളൂ, അതിനെനിക്ക് സമയം തരണം. അതായത് ഇത്രയേ ഉള്ളൂ, ചോദിക്കില്ല. ഇപ്പൊ ഇന്ന് തന്നെ സംഭവിച്ചൊരു കാര്യം, അതായത് ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി പൊതുവെ രാഷ്ട്രീയത്തിൽ വളരെ മാന്യമായി പ്രതികരിക്കുന്ന വളരെ ജെന്റിലായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം അറിയാതെ കൊണ്ടും ലീഗ് അറിയാതെ കൊണ്ട് ഈ സമസ്ത ഇദ്ദേഹത്തിനെ വിളിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് അദ്ദേഹം വിളിച്ചേ? ഇന്ന് അതായത് V.D. സതീശൻ PV അൻവറിന്റെ കാര്യത്തിൽ നടത്തിയ ഒരു കമന്റ് ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. PV അൻവർ പിന്നെ UDF-നോടൊപ്പം വരാൻ UDF-ന് പിന്തുണ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ PV അൻവറിനെ പുച്ഛിച്ച് തള്ളിയ ഒരാളാണ് ആര്? ഈ പറയുന്ന സാക്ഷാൽ V.D. സതീശൻ. ഇന്ന് PV പൂർത്തിരിക്കട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ് മൈ വേഴ്സ് പ്ലീസ്. അതായത് ഇന്ന് മാധ്യമങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചു, PV അൻവർ ലീഗിലേക്ക് വരാൻ UDF-ൽ വരാൻ ശ്രമിക്കുന്നു, നിങ്ങൾ അതിന് തടയോന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്താ പറഞ്ഞറിയോ? ഇവിടെ UDF-ന്റെ വാതിൽ ആർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്, അത്ര സാധ്യതയില്ല, തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് V.D. സതീശന്റെ വാക്കുകൾക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞ പുല്ലുവില പോലും ഈ PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ നൽകിയില്ല. എന്നാൽ അതേ PK കുഞ്ഞാലിക്കുട്ടി അവരുടെ രാഷ്ട്രീയ അടിത്തറയായ അവരുടെ ആത്മീയ അടിത്തറയായ സമസ്ത ഇന്ന് നടത്തുന്ന EK വിഭാഗം നടത്തുന്ന പട്ടിക്കാട്ട് നടത്തുന്ന സമ്മേളനത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി ഇന്ന് ഈ പരിപാടി നടത്തുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കട്ടെ? രമേശ് ചെന്നിത്തല ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ ഞാൻ ഒരു നിമിഷം താങ്കളെ തടസ്സപ്പെടുത്തുകയല്ല. ഈ റഹ്മത്തുള്ള സാർ ഉള്ളത് കൊണ്ടാണ് താങ്കൾ ഇത് പറയുമ്പോഴും ഈ ഇന്നത്തെ യോഗം നടക്കുന്ന പ്രദേശത്ത് ലീഗിനാണ് കുറച്ചുകൂടി അല്ലെ റഹ്മത്തുള്ള സാർ? അവിടുത്തെ ആ ഒരു നിയന്ത്രണം ലീഗ് നേതാക്കളിലാണോ, സമസ്തയ്ക്കാണോ? വളരെ കൃത്യമായി മുസ്ലിം ലീഗ് നേതാക്കൾക്കാണ്. സാദിഖ് അലി തങ്ങളാണ് ജാമിയ നൂരിയയുടെ സ്വാഗത സംഘം ചെയർമാൻ. അല്ല, അതിന് മറുപടി ഞാനോട് പറയാം. ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള പറഞ്ഞ നല്ല നിരീക്ഷണം, ഞാൻ അതിലേക്ക് വരുക. നിങ്ങൾ ഇപ്പൊ എന്തായാലും സമയമുണ്ടല്ലോ, 2 മിനിറ്റിലേക്ക് വന്നാൽ മതി. സമസ്ത എന്ന് പറയുന്ന EK വിഭാഗം സമസ്ത എന്ന് പറയുന്നതും ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നതും സമസ്തയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മുസ്ലിം ലീഗ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ അവരുടെ ആത്മീയ അടിത്തറയും അവരുടെ ഒരു ഉപദേശക സ്രോതസ്സുവാ. ലീഗുമായിട്ട് ആലോചിച്ചിട്ടല്ല എന്ന് എങ്ങനെ അഭിലാഷോ ഈ ചർച്ച പങ്കെടുക്കുന്നതിന് പറയാൻ പറ്റും? അവിടെ V.D. സതീശനെ അവർ തടഞ്ഞിരിക്കുക. അതാണ് ഞാൻ അൻവറിന്റെ ഉദാഹരണം പറഞ്ഞത്, വളരെ കൃത്യമെന്ന് ഇന്നത്തെ മാധ്യമങ്ങൾ പറഞ്ഞത്. ഇനി രമേശ് ചെന്നിത്തല ഒറ്റയ്ക്കാണെന്ന് അഭിലാഷ് തോന്നുന്നുണ്ടോ? ശ്രീകുമാർ സാറിന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ചേരി നിന്നാലും ഇത് ആധികാരികമായി ആത്യന്തികമായി കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുള്ളൂ. ശ്രീകുമാർ സാർ ഇത് പറഞ്ഞിട്ടുണ്ട്. ശ്രീകുമാർ സാറിനോട് ചോദിക്കണ്ട. അതായത് സമകാലികമായി രാഷ്ട്രീയത്തിൽ വന്ന രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇങ്ങനെ ഒരു ഈ പറയുന്ന ബെന്നി ബെഹനാൻ, KC ജോസഫ് മുതലുള്ള മുതിർന്ന ഒരു തലമുറയെ തകർത്തടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രമേശ് ചെന്നിത്തല നേരത്തെ വിനേഷ് ഫോഗട്ടിനെ പറ്റിയ ക്ലിപ്പിട്ട് ചെന്നിത്തല മുമ്പോട്ട് പോയി. ഇനി സാക്ഷാൽ KC വേണുഗോപാലിന്റെ നിലപാടെന്താ? KC വേണുഗോപാലിനെ പോലും തടഞ്ഞുകൊണ്ട് താനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ദാർഷ്ട്യത്തിന്റെ ഭാഷയിൽ, അഹങ്കാരത്തിന്റെ അഹംഭാവത്തിന്റെ ഭാഷയിൽ മാധ്യമങ്ങളെ കാണുകയും മര്യാദയ്ക്കിരുന്നോണെന്ന് മാധ്യമങ്ങളെ ശാസിക്കുകയും ചെയ്ത V.D. സതീശൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഷയും സംസാരങ്ങളൊക്കെ വിധേയത്വത്തിന്റെ ഭാഷയാണ്. താൻ ഇങ്ങനെ പോയാൽ താൻ ഒന്നുമല്ല എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് വന്നിരിക്കുന്നു. അവിടാണ് രമേശ് ചെന്നിത്തല നേരത്തെ റഹ്മത്തുള്ള പറഞ്ഞ വാക്കിന്റെ പ്രസക്തി എന്ന് പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാ. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് വാസ്തവത്തിൽ ഈ കാര്യത്തിലൊക്കെ V.D. സതീശനെ പിന്നിലേക്കുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചതാരാ? ഈ അഹംഭാവത്തിന്റെ അഹന്തയുടെയും ഭാഷ തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാവരും ഇപ്പൊ രമേശ് ചെന്നിത്തല മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഇപ്പൊ ഏറ്റുകൊണ്ടിരിക്കുന്നത്. K. സുധാകരൻ അതിർത്തിലാണ്. KC വേണുഗോപാലിന്റെ അനുഗ്രഹം ഈ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം, അത് ശ്രീകുമാർ സാർ പറഞ്ഞിട്ട് അറിയാം. എന്നെ എന്താ ഈ ദേശീയ നേതൃത്വം യൂത്ത് കോൺഗ്രസിൽ ഇരുന്നപ്പോൾ മുതൽ ദേശീയ നേതൃത്വമായിട്ട് അടുത്ത ബന്ധമുള്ള ദേശീയ ജനറൽ സെക്രട്ടറി രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്നലെ വന്ന V.D. സതീശനേക്കാൾ എത്രയോ ഇൻഫ്ലുവൻസ് അവരുടെ ദേശീയ നേതൃത്വത്തിനുണ്ട്.
അപ്പൊ അതുകൊണ്ട് വൺ മാൻ ഷോ വേണ്ട, അവിടെ നിന്നോളൂ, താങ്കൾ ഞങ്ങളുടെ അത്ര എത്തിയിട്ടില്ല എന്നുള്ള തെളിവോടുകൂടി ഇന്ന് കൊടുത്തൊരു പ്രഹരമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ളവര് അവരുടെ മുഖ്യ ഘടകകക്ഷി ലീഗിന് താല്പര്യമില്ലാത്ത ഒരാളെ ഈ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ടോ മുന്നോട്ട് കൊണ്ടുവരാനായിട്ടോ ഈ കോൺഗ്രസിന്റെ നേതൃത്വയോ AICC സമ്മതിക്കുന്നു അഭിലാഷ് തോന്നുന്നുണ്ടോ? ശ്രീകുമാർ സാർ തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. അവിടാണ് ഈ കോൺഗ്രസ് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം മൂന്നാം വട്ടവും തകർന്നടിയും ഭരണത്തിലേക്ക് വരുന്ന കാര്യത്തിൽ എന്നത് ഉറപ്പാ. എന്തുകൊണ്ടാണ് സതീശനെ മുന്നിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് അധികാരത്തിന്റെ 7 അയലേക്ക് പോലും വരാൻ പറ്റിയെന്നുള്ള ബോധ്യം ലീഗിന് തോന്നാത്ത കാരണം എന്തുകൊണ്ടാ? ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാ. ആ ലീഗ് ഈ സതീശന്റെ ഒരു മോഹത്തിനെ മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുന്നു, തകർന്നു പോയിരിക്കുന്നു VD സതീശൻ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പോലും അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്തായിരുന്നു? അതിനൊക്കെ ഒരു കണക്ക് തിരിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തല. നിസ്സംശയം പറയാം, രമേശ് ചെന്നിത്തല അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഏതാണ്ട് അവരോധിച്ചു കഴിഞ്ഞു. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഞാൻ അതിൽ ശ്രീകുമാർ സാർ എന്തായാലും സാറിലേക്ക് വരുന്നു. ഞാൻ മോഹൻ വർഗീസ് സാറിനോട് ചോദിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു പ്രതികരണം കൂടി, ഇന്നുണ്ടായ മറ്റൊരു സംഭവം കൂടി ഒന്ന് പ്രേക്ഷകരിലേക്കും താങ്കളിലേക്കും എത്തിച്ച ശേഷം ഞാൻ തിരികെ എത്താം. ഒരു കാര്യം മാത്രം സാർ വന്നുകൊണ്ട് പറയാം. കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എല്ലാവരും ചേർന്നാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നുവെങ്കിൽ അത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. അതാണ് അതിൻ്റെ പരമാർത്ഥം എന്നുള്ളത് ഞാൻ ഈ പള്ളിയിൽ വെച്ച് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി പറയും. യെസ്, ഞാൻ ഈ സാഹചര്യമൊന്നും സാറിനോട് വിശദീകരിക്കേണ്ട സാഹചര്യമില്ല. ഇന്ന് ഈ വാർത്തയോടൊപ്പം ചേർത്ത് വെക്കുന്നു എന്നാണ്. റെജി ലൂക്കോസ് അത് സമ്മതിച്ചു തന്നിട്ടില്ല. ജനങ്ങൾ തന്നെയാണ് ജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും എന്നാണ്. ആ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ കയ്യടിയും താങ്കൾ കേട്ട് കാണാം. അപ്പോൾ ഇതിനൊരു റിവേഴ്സ് എഫക്റ്റും ഉണ്ടാകാം. ഈ പറയുന്നത് പോലെ ചെന്നിത്തലയും അല്ലെങ്കിൽ സതീശനും തമ്മിൽ ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് പോയാൽ അത് തമ്മിലടിച്ച് തോൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തിപ്പെട്ടേക്കാം. ആ സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ലല്ലോ. അതായത് അഭിലാഷേ, UDF അധികാരത്തിൽ വരണമെന്നും കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നും ആഗ്രഹിക്കുന്ന സഭാ നേതാക്കൾ കൂടി വരികയാണ്. പണ്ട് ഈ ഐക്യജനാധിപത്യം വേണ്ടി രൂപീകരിച്ചപ്പോഴ് റെജി ലൂക്കോസിന്റെ പാർട്ടി കളിയാക്കിയത് എങ്ങനെയാണെന്ന് അറിയാമോ? സമുദായ സംഘടനകളുടെ ഫെഡറേഷനാണ് UDF എന്നാണ്. അത് പുതിയ കാര്യമല്ല, പഴയ കാര്യമാണ്. അപ്പൊ സമുദായ സംഘടനകളുടെ ഫെഡറേഷൻ എന്ന് UDFനെ അന്ന് ഒരു 30 വർഷം 40 വർഷം മുമ്പ് പരിഹസിച്ചു എന്നെങ്കിൽ അതിന്റെ അർത്ഥം അതിപ്പോഴും പ്രസക്തമാണെന്നുള്ളതാണ്. ആരെ വേണേ ക്ഷണിച്ചോട്ടെ. എന്താ CPM നേതാക്കളെ ക്ഷണിക്കാത്ത? മുഖ്യമന്ത്രിയുണ്ട്, 19 മന്ത്രിമാരുണ്ട്, സ്പീക്കറുണ്ട്, ആരും ക്ഷണിക്കുന്നില്ല. എന്താ കാര്യം? ഇനി ക്ഷണിച്ചിട്ട് കാര്യമില്ല. കാരണം അവരിനി അധികാരത്തിൽ വരില്ല. അധികാരത്തിൽ വരുന്നത് ആരെങ്കിലും ആയിക്കോട്ടെ, കോൺഗ്രസോ അല്ലെങ്കിൽ ലീഗോ ആരും ആയിക്കോട്ടെ, UDF ആണ് അധികാരത്തിൽ വരുന്നത്. ആര് വേണം മുഖ്യമന്ത്രി ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥ, ആ സാഹചര്യം ദയവായിട്ട് നിങ്ങൾ തല്ലുകൂടി കളയരുത് എന്നൊരു സഭാ നേതാവ് പറഞ്ഞാൽ അത് 101% കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കണം. അതാണ് കൈയടിച്ചത്. അവിടെ കൈയടിച്ചത് അവര് UDFനുള്ള താല്പര്യം കൊണ്ടാ. കൂവല്ലല്ലോ ചെയ്തത്, നിശബ്ദമാനിച്ചില്ലല്ലോ. കൈയടിച്ചത് എന്തുകൊണ്ടാണ്? പിതാവ് പറയുന്നത് ശരിയാണ്, അത് കോൺഗ്രസ്സുകാർ കേൾക്കണം. ഇത് പുതുമയുള്ള കാര്യമല്ല. കാരണം എന്താ വെച്ചാല് കോൺഗ്രസിന്റെ മാത്രമല്ല, ഇപ്പൊ CPMന് ഇപ്പൊ ഇവരെ വിളിക്കാത്തതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഇവര് പറയുന്നത്. ഇവരെ വിളിച്ചിരുന്നെങ്കിലോ CPMനെ, ജമാഅത്തെ ഇസ്ലാമി മാത്രം ഞാൻ പറയാം, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കോൺഗ്രസ് കൂട്ടുകൂടുമോ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ്സുകാരെ കൊണ്ട് പെട്ടെന്ന് ഭയക്കും. ഉടനെ പെട്ടെന്ന് കോൺഗ്രസ് കൂട്ടുകൂടില്ല. എന്താ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കോൺഗ്രസ് കൂട്ടുകൂടിയ പ്രശ്നം? ജമാഅത്തെ ഇസ്ലാമി അവരുടെ ചില രാഷ്ട്രീയ നിലപാടുകൾ തിരിച്ചു കഴിഞ്ഞു. ആ തിരിച്ച ജമാഅത്തെ ഇസ്ലാമി LDFന് പിന്തുണ കൊടുത്തു. ആ LDFന് പണ്ട് എങ്ങനെയാ വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പകുതിയും പകുതിയാണ് കൊടുക്കുക. പകുതി UDF, പകുതി LDF. ഒരു ഘട്ടത്തിലായപ്പോ LDFന് പൂർണ്ണ പിന്തുണ കൊടുത്തു. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്തുണ കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. CPM അല്ലല്ലോ സമുദായ സംഘടനകളുടെ മേന്മ തീരുമാനിക്കുന്നത്, CPM ആ. നാളെ അവര് പറയാണ് ജമാഅത്തെ ഇസ്ലാമി ക്ലീൻ എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും കൈയടിക്കുക, കോൺഗ്രസ് പറഞ്ഞാൽ കൈയടിക്കില്ല. ആ നിലപാടിന് പറ്റില്ലെന്ന് തീരുമാനമായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ജാമിയ നൂരിയ സമ്മേളനത്തില് രമേശ് ചെന്നിത്തല ക്ഷണിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്, ഒരു താരപരിവേഷം ഉണ്ടല്ലോ. അപ്പൊ എന്നാ പിന്നെ വാർത്താ പ്രാധാന്യവും കിട്ടും. ഇനി അത് മാത്രമല്ല, സമുദായ സംഘടനകളാണെങ്കിലും ഘടകകക്ഷികളാണെങ്കിലും സമ്മർദ്ദ തന്ത്രത്തിലെ എക്കാലവും ഒരുപോലാണ്. സമ്മർദ്ദ തന്ത്രമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ക്ഷണിക്കുമ്പോൾ ഞങ്ങളിതാ ഇന്നയാളെ ക്ഷണിച്ചു, അതുകൊണ്ട്
നിങ്ങളെയും ഞങ്ങൾ നാളെ ക്ഷണിക്കണമെങ്കിൽ എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യചിഹ്നം അവിടെ ഇടാം. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കേട്ട് തഴമ്പിച്ച കോൺഗ്രസ് ആണ് ഇവിടെ മുഖ്യമന്ത്രി ആയതും ഭരിച്ചതും ഒക്കെ. ഒന്നും സംഭവിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, കരുണാകരനെ വാനോളം പോറ്റിയ സഭാ നേതാക്കളായാലും സമുദായ സംഘടനകളായാലും അവരുടെയൊക്കെ പിന്തുണ ആർജിച്ചുകൊണ്ടാണ് AK ആന്റണി പിന്നെ മുഖ്യമന്ത്രിയായത്. അപ്പൊ അതുകൊണ്ട് സാഹചര്യം അനുസരിച്ച് സമുദായ സംഘടനാ നേതാക്കൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അന്നന്നത്തെ സാഹചര്യം മാത്രമായിട്ട് കണക്കാക്കാം. 1 വർഷം 1.5 വർഷം കിടപ്പുണ്ട് ഇനിയും. ഏത് വേദികളിൽ ഏത് നേതാവ് വരുന്നത് ഇനി കാണാം. ഒരു വർഷം മുമ്പ് ശശി തരൂരിനെ വിളിച്ചപ്പോ ഈ റെജി ലൂക്കോസ് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. സതീശനും കൊള്ളില്ല, ചെന്നിത്തലയും കൊള്ളില്ല, ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കാൻ ഇഷ്ടമെന്ന്. അന്ന് പറഞ്ഞ റെജി ലൂക്കോസ് ഇന്ന് ശശി തരൂരിനെ തള്ളിക്കളഞ്ഞു. ഇതാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ CPM-ന്റെ ഗതി. എന്താ അറിയാമോ? CPM ഒരു കാലത്ത് തീരുമാനിച്ചു. അല്ലല്ല, ഞാൻ പറഞ്ഞെ പഴയ കാലത്ത് CPM എങ്ങനെയാ വെച്ചാല് അവർ ഈ ഓർഗനൈസേഷണൽ എത്തിക്സ് ഒരു സാധനമൊക്കെ അത് എങ്ങനെയാ വെച്ചാല് അവരെ വ്യക്തിപരമായിട്ട് പറയില്ല, സംഘടനാപരമായിട്ടേ പറയുള്ളൂ. ഇന്നത് മാറിയിട്ട് അത് നിന്നു. അപ്പൊ പിണറായി വിജയൻ പറയുന്നത് പിന്നെ അംഗീകരിക്കുന്ന നിലപാടിലേക്ക് പാർട്ടി എത്തി. അതുകൊണ്ട് നാളെ ഇപ്പൊ പിണറായി വിജയനെ ഏതെങ്കിലും ഒരു സഭാ നേതൃത്വം ക്ഷണിച്ചാൽ അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ ഗോവിന്ദ മാഷോട് എതിർപ്പ് ഉണ്ടാന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ അവര് ക്ഷണിക്കില്ല, CPM-നെ LDF-നെ ക്ഷണിക്കില്ല. എന്താ കാരണം അറിയാമോ? UDF-ന്റെ മുമ്പിൽ സമുദായ സംഘടനകൾക്ക് നിർദ്ദേശം വെക്കാം, അതുപോലെ ആവശ്യങ്ങൾ വെക്കാം. LDF-ന്റെ മുമ്പിലോ അപേക്ഷിച്ച് നിൽക്കണം. ആ വ്യത്യാസമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ നേരത്തെ ശ്രീ റെജി ലൂക്കോസ് ചില ഉദാഹരണങ്ങളടക്കം PV അൻവറുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടികളൊക്കെ നടത്തുന്ന പരാമർശം, യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണേണ്ടി വരില്ല. ഇപ്പോൾ സരിനെ പോലെ വിമർശനം ഉന്നയിച്ചിരുന്ന ഒരു നേതാവ് ഒരു സുപ്രഭാതത്തിൽ കൈവിട്ട് ചെങ്കൊടി ഏന്തുമ്പോൾ സ്ഥാനാർത്ഥിയാവുകയാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് എടുത്ത് ദൂരെ കളയുന്നു CPIM. അതാണ് സംഭവിച്ചത്. എന്തൊക്കെ ആരോപണങ്ങൾ KM മാണിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. പക്ഷേ ഒരു അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ അവിടെ മാണി ഗ്രൂപ്പിനെ ഒപ്പം നിർത്തിയാൽ അത് വിജയസാധ്യതയാണ് എന്ന് തിരിച്ചറിയുകയും അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ. ഇവിടെ സതീശൻ പറഞ്ഞതാണ്, PV അൻവറുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരന്തരമായ ചർച്ചകൾ UDF-ഉമായി അൻവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ്. ആ വാതിലൊന്നും അടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ അത്തരം ചില പ്രയോഗങ്ങൾ ചില ഘട്ടങ്ങളിൽ നടത്താറുണ്ട്. അത് വാക്പ്രയോഗങ്ങൾ ആണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ തിണ്ണനിറങ്ങുക എന്ന പ്രയോഗം വേദനിപ്പിക്കാം. പക്ഷേ അതൊക്കെ മാച്ച് കളയുക, തിരുത്തുക. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുവും മിത്രങ്ങളും ഇല്ല എന്ന് പറയുന്ന ഒരു പോളിസിയുണ്ട്. അപ്പോൾ അങ്ങനെ വിലയിരുത്തുമ്പോൾ ഈ നീക്കങ്ങൾ ഏത് തരത്തിൽ, അതായത് ഇരു നേതാക്കളും നടത്തുന്ന നീക്കങ്ങൾ ഏത് തരത്തിൽ നോക്കേണ്ടി വരും? അത് എങ്ങനെയായിരിക്കാം പ്രതിഫലിക്കാൻ സാധ്യത? ഇവിടെ ശ്രീ അഭിലാഷ്, തീർച്ചയായും രാഷ്ട്രീയത്തിൽ പെർമനൻ്റായി ശത്രുക്കളുമില്ല, മിത്രങ്ങളുമില്ല. പെർമനൻ്റായി ഉള്ളത്, സ്ഥിരമായുള്ളത് താല്പര്യങ്ങൾ മാത്രമാണ്. ആ താല്പര്യങ്ങൾ തന്നെ മാറി മാറി വരും. അതനുസരിച്ച് തങ്ങളുടെ നിലപാടുകൾ ചിട്ടപ്പെടുത്തുക, തങ്ങളുടെ സമീപനം ചിട്ടപ്പെടുത്തുക. ഇതാണൊരു രാഷ്ട്രീയത്തിൻ്റെ വിജയ ഫോർമുല. അത് രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും എല്ലാം വിജയ ഫോർമുല അതാണ്. ഇത് നന്നായി അറിയാവുന്ന ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു മെയ്വഴക്കം. ഈ മെയ്വഴക്കം ഒരുപക്ഷെ VD സതീശനേക്കാൾ കുറെ കൂടുതൽ മെയ്വഴക്കം രമേശ് ചെന്നിത്തല ഇപ്പോൾ കാട്ടുന്നു. ഇപ്പോഴല്ല, അതൊരു പരമ്പരാഗതമായി രമേശ് ചെന്നിത്തല DNA ഉള്ളത് തന്നെയാണ്. അതായത് KSU കാലഘട്ടത്തിൽ ശ്രീ K കരുണാകരനോടൊപ്പം ഒറ്റ ഒരു ഇലയിൽ ഉണ്ണാൻ തക്ക അടുപ്പം ഉള്ള ഒരാൾ. അപ്പൊ അന്നത്തെ ചെന്നിത്തലയുടെ ഒരു കടന്നുവരവെന്ന് നോക്കൂ. ഒരു 1/2 നൂറ്റാണ്ട് മുൻപ് ചെന്നിത്തലയുടെ ഒരു കടന്നുവരവ് എന്ന് പറയുന്നത് ഒരു മാസ് എൻട്രിയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക്. അപ്പൊ ഭാവി മുഖ്യമന്ത്രി തൻ്റെതായ ഒരു ഇടം വരുമ്പോൾ, തൻ്റെതായ ഒരു സമയം വരുമ്പോൾ ഭാവി മുഖ്യമന്ത്രിയാകുമെന്ന് സ്വയം ചിന്തിച്ചുറപ്പിക്കുകയും ഒരുപാട് കോൺഗ്രസ്സുകാർ അല്ലെ UDF മെന്റാലിറ്റി ഉള്ളവർ അദ്ദേഹം ഒരു കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെ താൻ മുഖ്യമന്ത്രിയാകണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതാണ് അദ്ദേഹം. അല്ലെ, അപ്പൊ ഇതാണ് അഭിലാഷ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ആ ഒരു ഘട്ടത്തിൽ ആ കടന്നു വരുന്ന വഴി അങ്ങനെ എല്ലാം തച്ചുടച്ച് മുന്നേറി വരികയാണ്. സമൃദ്ധമായി ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ചേരി, പുതിയതായി ഒരു മൂന്നാം ചേരി
ഉണ്ടാക്കി, തിരുത്തൽവാദി വിഭാഗമുണ്ടാക്കി, അതിന്റെ നേതാവായി വന്ന് പിന്നീട് ഐ ഗ്രൂപ്പിന്റെ നേതൃത്വം തിരിച്ചെടുത്തു കരുണാകരന് ശേഷം തിരിച്ചു പിടിക്കുന്ന കെ മുരളീധരനെ അപ്രസക്തനാക്കിക്കൊണ്ട് ഐ ഗ്രൂപ്പിന്റെ അനിശ്ചിതനായ നേതാവായി വരികയുമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയ കൈപ്പിഴ പറ്റിയത്. അതിനാണ് വളരെ വലിയ വില രമേശ് ചെന്നിത്തല കൊടുക്കേണ്ടി വന്നത്. ഈ 11 വർഷം മുൻപ് നടന്ന ആ ഒരു പരാമർശം കൊണ്ടല്ല, അല്ലെങ്കിൽ താക്കോൽ സ്ഥാനം എന്ന കാര്യം പറഞ്ഞപ്പോൾ ജി സുകുമാരൻ നായർ പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു എന്നത് മാത്രമല്ല, മറിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെന്നിത്തലയ്ക്ക് വിജയത്തിലെത്താൻ കഴിഞ്ഞു, കോൺഗ്രസ് പാർട്ടിയെയും യു ഡി എഫിനെയും വിജയിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ചെന്നിത്തല ഉറപ്പായി മുഖ്യമന്ത്രിയാകുമായിരുന്നു. അപ്പം തൻ്റെ ഒരവസരം നഷ്ടപ്പെട്ടു. പിന്നെയുള്ള വഴി എന്താണ്? സ്വാഭാവികമായി മറ്റ് ഉമ്മൻചാണ്ടിയുമായി സഹകരിച്ചുകൊണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഫോർമുല തന്നെയാണ് രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി തുടരാൻ അനുവദിക്കുക. ഇത് നാടകീയമായ നീക്കത്തിലൂടെ ഹൈക്കമാൻഡ്, അതിൻ്റെ പിന്നിൽ സതീശൻ കളിച്ചു എന്ന് പറയാനാവില്ല, ഹൈക്കമാൻഡിൻ്റെയും ഘടകകക്ഷികളുടെയും എല്ലാം തീരുമാനമുണ്ടതിൻ്റെ പിന്നിൽ. അവസാനം ഡൽഹിക്ക് പോയ ആളുകൾ തിരിച്ചു വന്നത് സതീശൻ്റെ പേരുമായിട്ടാണ്, അല്ലാതെ ചെന്നിത്തലയുടെ പേരുമായിട്ടല്ല. അപ്പം കപ്പിനും ചുണ്ടിനും ഇടയിൽ തനിക്ക് നഷ്ടപ്പെട്ട റൈറ്റ്ഫുൾ പ്ലേസ്, പ്രതിപക്ഷ നേതൃസ്ഥാനം തിരിച്ചു പിടിക്കാനാവില്ല. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും അടുത്ത പ്രാവശ്യം വിജയിച്ചു വന്നാൽ നേടണം എന്ന ഒരു ചിന്ത. അതിന് 4 കോൺസ്റ്റിറ്റ്യുവൻസീസിനെ ഒന്നിച്ച് നിർത്തണം. 3 എണ്ണം ഒന്നിച്ച് നിൽക്കുന്നു. അത് 3 എണ്ണം ഒന്ന് ലഘുവായിട്ട് പറഞ്ഞുകൊള്ളാം. ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ അണികളാണ്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ അണികൾ അങ്കലാപ്പിലാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ അണികൾക്ക് പ്രത്യേകിച്ച് ചെന്നിത്തല സ്നേഹമോ അല്ലെങ്കിൽ വി ഡി സതീശൻ സ്നേഹമോ ഇല്ല. അവരിപ്പോഴത്തെ നിലയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്ന അണികളെയാണ് ഇപ്പോൾ കാണുന്നത്. അത് ഒരു വശത്തേക്ക് ഗാൽവനൈസ് ചെയ്യണമെങ്കിൽ താനാണ് മുൻപേ പോകുന്നത് എന്ന പ്രതീതി ജനിപ്പിക്കണം. ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളെയും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അണികൾ സ്വീകരിക്കുന്നത്. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറഞ്ഞാൽ ദർ ഇസ് നത്തിങ് ബിഗർ ദാൻ ആക്ച്വൽ വിക്ടറി ഇൻ ദി ഇലക്ഷൻ. ഇവിടെ ആകപ്പാടെ കോൺഗ്രസിന് കാലിടേണ്ടത് എവിടെയാണ്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സാമാന്യം നല്ല ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഇലക്ഷൻ മാനേജർ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് നല്ല സമവാക്യങ്ങൾ ഉണ്ടാക്കാൻ തീർച്ചയായും വി ഡി സതീശൻ്റെ നേതൃത്വം സഹായിച്ചു. അതുകൊണ്ട് ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആരോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുമെന്ന് ഉറപ്പില്ല. എന്നാൽ 2, 3, 4 കോൺസ്റ്റിറ്റ്യുവൻസീസ്, രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യുവൻസീസാണ് ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അത്ര സ്വീകാര്യനായ ആളാകണമെന്നില്ല വി ഡി സതീശൻ. അവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രാധാന്യം വരുന്നത്. അവിടെ ഘടകകക്ഷികൾക്ക് കുറച്ചുകൂടെ വഴങ്ങുന്ന ഒരാൾ, അവരുടെ ആവശ്യങ്ങൾ കുറച്ചുകൂടെ അംഗീകരിച്ചു കൊടുക്കുന്നയാൾ, കുറച്ചുകൂടി ഒരു പദം വന്ന ഒരാൾ എന്ന നിലയിൽ പലപ്പോഴും കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളുടെ തീരുമാനം വളരെ നിർണായകമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആത്യന്തികമായി പരിഗണിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിനെ ആണെങ്കിൽ പോലും അവിടെ മുസ്ലിം ലീഗിൻ്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകാൻ പറ്റില്ല എന്ന് ചരിത്രപരമായി കണ്ടു. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോഴും നിഗൂഢമാണ്. ഹൈക്കമാൻഡ് ഇപ്പോൾ സമദൂരത്തിലാണ്. രമേശ് ചെന്നിത്തല ചെയ്ത വലിയ അബദ്ധമെന്ന് പറയുന്നത് ഹൈക്കമാൻഡിനോട് അടുത്ത് നിൽക്കാവുന്ന അവസരം കേന്ദ്ര രാഷ്ട്രീയമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ ഇരിക്കുന്ന ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ ആ സ്ഥാനത്തായിരുന്നു രമേശ് ചെന്നിത്തല മുൻകാലങ്ങളിൽ ഇരുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ. അവിടെ നിന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കളം മാറി ചവിട്ടിയപ്പോൾ ഹൈക്കമാൻഡിന്റെ മേൽ പണ്ടുണ്ടായിരുന്ന സ്വാധീനം രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ല, അല്ലെങ്കിൽ KC വേണുഗോപാലുള്ള സ്വാധീനത്തിന്റെ 4-1 ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ല. വി ഡി സതീശനും ഇല്ല എന്ന സത്യം അവിടെ വിസ്മരിക്കാനാവില്ല. അവിടെ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു പിടിക്കുക. ഒരു കാര്യം കൂടി, പക്ഷേ അവസാനത്തെ ഒരു ഭാഗത്ത് പറഞ്ഞാൽ സ്വന്തം പാർട്ടിയുടെ നേതാക്കളാണ്. സ്വന്തം പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ഏതാണ്ട് എല്ലാവരും തന്നെ ഇപ്പോൾ ചെന്നിത്തല പക്ഷത്തേക്ക് ഗാൽവനൈസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് യുവ നേതാക്കളെ വെച്ചുകൊണ്ട് ഉന്നത നേതാക്കളെ വെട്ടിനിർത്താം എന്ന ഒരു സതീശൻ ഫോർമുല ഒരു പക്ഷേ തിരിച്ചു കുത്തുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മുൻതൂക്കം ഇപ്പോൾ ലഭിച്ചു എന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ്. റൈറ്റ്. എന്തായാലും ശ്രീ റഹ്മത്തുള്ള, ഞാൻ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഞാൻ ചോദ്യമായി താങ്കളോട് പറയണമെന്ന് കരുതിയ ഒരു ഫാക്ടർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അതായത് മുസ്ലിം ലീഗിന്റെ ശക്തി. അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം ഇപ്പോൾ തന്നെ നമ്മൾ ഈ ചർച്ച നടത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ മുരളീധരനെ പോലെയുള്ളവരുടെയൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അവിടെ സാധാരണ ഇത്തരം യോഗങ്ങളിലേക്ക് വിളിക്കാറുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കളെയാണ് എന്ന് പറയുമ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു ആകെ അവസ്ഥ എന്നത്. ഏത് നേതാക്കൾക്കും കൃത്യമായി അഭിപ്രായങ്ങൾ പറയാം, അവരുടേതായ ഒരു അണികളെ സംഘത്തെ ചേർത്ത് നിർത്താം, അവരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കാറുണ്ട്. ഇതൊക്കെ കോൺഗ്രസിൻ്റെ ശാപവുമാണ് നേട്ടവുമാണ്.
ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും 10 കൊല്ലം പ്രതിപക്ഷത്തിരിക്കുന്ന ലീഗിന് ഇനിയും അത് തുടരുക എന്നത് സാധ്യമേ അല്ല, അത് ആലോചിക്കാനും സാധിക്കില്ല. എവിടെയാണോ ഭരണം അതിനൊപ്പം തന്നെ നിൽക്കും ലീഗ് എന്നതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ആ ഭരണത്തിലേക്ക് UDF എത്തിക്കണമെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് ആണ് മുന്നിൽ നിന്ന് നയിക്കേണ്ടത്. ആ കോൺഗ്രസിനെ ആര് നയിക്കണം എന്ന് ലീഗും തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ഒരു ധാരണയിലേക്ക് എത്തുന്ന ഒരു സംവിധാനത്തിന് പ്രസക്തി ഉണ്ടാകില്ലേ? ആ നിലയിൽ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് ഈ നീക്കങ്ങളെ കാണേണ്ടത്? ലീഗിന് കൂടി സമ്മതനായ ഒരാളെ മാത്രമേ കോൺഗ്രസിന് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇത്രയും കാലം ഉണ്ടായിരുന്ന പദവി രീതികളും അത് തന്നെയാണ്. ഒരാളെ തീരുമാനിച്ചാലും മുസ്ലിം ലീഗിന്റെ പാണക്കാട്ടെത്തി മുസ്ലിം ലീഗിന്റെ മനസ്സിൽ അതിനുള്ള സമ്മതം വാങ്ങിയതിനു ശേഷം മാത്രമായിരുന്നു കോൺഗ്രസ് നേതാക്കളെ പ്രഖ്യാപിച്ചിരുന്നു. ആ രീതി തന്നെയാണ് ഇപ്പോഴും പ്രസക്തമായിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായവും വികാരവും ഒക്കെ തള്ളിക്കൊണ്ട് കോൺഗ്രസിൽ ഒരാളെ നേതൃസ്ഥാനത്ത് അവരോധിക്കാൻ കഴിയില്ല എന്നത് സത്യമാണ്. മാത്രമല്ല, ഒരിക്കൽ കൂടി അധികാരം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് കോൺഗ്രസിനേക്കാൾ നിർബന്ധ ബുദ്ധിയുള്ളത് മുസ്ലിം ലീഗിനാണ്. കാരണം അവർക്ക് അണികളെ പിടിച്ചു നിർത്തേണ്ടതുണ്ട് എന്നത് സത്യമാണ്. ഒരിക്കൽ കൂടി അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ അണികളും മറ്റ് വിഭാഗങ്ങളിലേക്ക് ചേക്കേറുമോ എന്ന ഭയം മുസ്ലിം ലീഗിന് കഠിനമായുണ്ട്. അതുകൊണ്ട് അധികാരം നിലനിർത്തുക, 3ാം തവണ കേരളത്തിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക എന്നത് മുസ്ലിം ലീഗിന് നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ ഉള്ള പക്ഷം കോൺഗ്രസിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾ നേതൃത്വത്തിൽ വന്നെങ്കിൽ മാത്രമേ, എല്ലാ സാമുദായിക സംഘടനകളും എല്ലാ മതവിഭാഗങ്ങളും അംഗീകരിക്കുന്ന ഒരാൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ വന്നെങ്കിൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് പറ്റിയ ആളുമായി ചേർന്ന് കോൺഗ്രസിനെ ഒരു പുനർവിന്യാസം നടത്തുക എന്ന വലിയ ദൗത്യമാണ് ചെന്നിത്തലയിലൂടെ മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ടുള്ളത് എന്നതാണ് സത്യം. ആ രൂപത്തിൽ തന്നെ മുസ്ലിം ലീഗ് വരും ദിവസങ്ങളിലും മുന്നോട്ട് പോകും. എന്തായാലും ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രീകുമാർ സാർ ചരിത്രത്തിൽ നിന്നും അനുഭവ സമ്പത്തിൽ നിന്നും പരിജ്ഞാനം കൊണ്ടുമൊക്കെ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി, KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പദവികൾ പലപ്പോഴും സാമുദായിക താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഉപയോഗിക്കുകയും ആ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും ചെയ്യുന്നതും കോൺഗ്രസിന്റെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാമുദായിക സംഘടനകളുടെ പരിപാടികളിൽ ചെന്നിത്തലയും VD സതീശനും മത്സരിച്ച് പങ്കെടുക്കുന്നത് എങ്ങനെയാകും കോൺഗ്രസിൽ പ്രതിഫലിക്കുക എന്ന വിഷയം ചർച്ച ചെയ്തത്. നേതാക്കൾ ഇങ്ങനെ പങ്കെടുക്കുന്നത് കോൺഗ്രസിന് നേട്ടമാകുമോ എന്ന് ഞങ്ങൾ ഓൺലൈൻ വഴി പ്രേക്ഷകരോട് അഭിപ്രായം ആരാഞ്ഞിരുന്നു. അതിൽ നേട്ടമാകും എന്നാണ് 68% പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. 28% പ്രേക്ഷകർ അല്ല എന്ന് പറയുന്നു. 4% അഭിപ്രായം നിഷ്പക്ഷമാണ്. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.